ലാക്ക് ഗിയർ ന്യൂട്രൽ ന്യൂട്രലോ? ആ ഇതിപ്പോ ഗിയറാണോ? ആ ഇത് ഗിയറാണ്. ഇത് ന്യൂട്രലാക്ക്. ഇതിലേതും ചവിട്ടണ്ടേ? അത് ഒന്ന് ബ്രേക്ക്, ഒന്ന് ആക്സിലേറ്റർ, ഒന്ന് ക്ലച്ച്. ഈ ബ്രേക്ക് ചവിട്ടുമ്പോ വണ്ടി നിൽക്കും. ആ ക്ലച്ച് ചവിട്ടുമ്പോ ഈ ഗിയർ നമ്മള് പൊസിഷനിൽ മാറ്റിയിടണം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ മാറ്റിയിടണം. ആക്സിലേറ്റർ കാല് കൊടുക്കുമ്പോ വണ്ടി പതുക്കെ മൂവ് ആവും. ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി വെക്കുക. ആ ആക്സിലേറ്റർ കാല് പതുക്കെ വെക്കുക. ആ ഈ ഫസ്റ്റ് ഗിയറിലേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് പതുക്കെ 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 അങ്ങോട്ട് വിടുമ്പോ ആക്സിലേറ്റർ പതുക്കെ 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 കൊടുക്കുക. ആ അപ്പൊ ദേ നമ്മള് പോണു. നമ്മളിതേ പോണു. നമ്മളിതേ പോണു എന്ന് വിചാരിക്കുക. ആ നമ്മളിതേ പോണെന്ന് വിചാരിക്കുക. വണ്ടി സ്റ്റാർട്ടാക്കി നിന്റെ കൂടെ ഞാനിരുന്നാലേ എന്റെ ജീവൻ നീ പഠിച്ചു വരണല്ലോ. അപ്പൊ നീ പഠിച്ചു വരണം. നിന്നെ നിർത്തി പഠിപ്പിക്കുകയാണ് എന്റെ പണി. ആദ്യം നിർത്തി പഠിപ്പിക്കുക, എന്നിട്ട് വേണം നിന്നെ ഈ വണ്ടി മൂവ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ. ഇല്ലെങ്കിലേ നീ ഈ വണ്ടിയും കൊണ്ടുപോയി വല്ല മരത്തിൽ പിടിച്ചാലേ എന്റെ കഞ്ഞൂടി മുട്ടും, എന്റെ വണ്ടി പോകും. ആ അതുകൊണ്ട് നീ നിന്ന് പഠിക്കുക. ഇവിടെ ആദ്യം ക്ലച്ച് ചവിട്ടി ഗിയറിടുക. 2000 രൂപ ഫീസ് തന്നതോ? 2000 രൂപ ഫീസ് തന്നത് എന്റെ വണ്ടിയിൽ തേമാനം നോക്കണ്ടാ. ഇതില് ആ ഷാർട്ടാക്കണ്ട. നീ ഇപ്പൊ ഷാർട്ടാക്കാണ്ട് ഇട്ട് പഠിച്ചാ മതി. ആ ഷാർട്ടാക്കണ്ട് നീയേ ഒരു 2 ദിവസം ഇട്ട് പഠിക്ക്. ഏത് ക്ലച്ച് ഗിയർ ഏതാ ക്ലച്ച് എന്ന് എനിക്കറിയാ. ഏത് എടാ ഒലക്കെ ഇതല്ല ക്ലച്ച്. നിന്റെ കാലിന്റെ ഇടയിലാ. അല്ല കാലിന്റെ അടിയില്. ആ കാലിന്റെ അടിയില് കിടക്കണ 3 സാധനം കണ്ട? അയ്യോ താഴെ കിടക്കുന്ന സാധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ. താഴെ 3 ഉണ്ടാ. ആ 3 എണ്ണത്തിൽ ഒന്ന് ക്ലച്ചാ. ഈ ഇടത്തെ വശത്തെ അറ്റത്ത് കിടക്കുന്നതാണ് നിന്റെ ക്ലച്ച്. ആ അപ്പൊ അതിന്റെ അപ്പുറത്തുള്ളത് എന്താ? അത് ബ്രേക്കാ. അത് ഇപ്പൊ അമത്തണ്ട. ഇപ്പൊ നീ ഒന്ന് അത് അമത്തണ്ട. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് എന്താ? ഈ കാലെടുക്കണം. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് ആക്സിലേറ്റർ. ഈ ആക്സിലേറ്റർ എന്ന് പറഞ്ഞ എന്താ സാധനം എന്നറിയാ? വണ്ടി ഓടാനുള്ള വണ്ടിയുടെ മുഴുവൻ ഇത് കൊടുത്തിട്ട് എനിക്ക് 2 കാലേ ഉള്ളൂ. 2 കാലും 3 സാധനം ഉണ്ടല്ലോ. ആ 2 കാലും നീ അവിടെ വെച്ചോ. 3 സാധനം അടി കിടക്കുന്ന കൈ കൊണ്ട് അമത്തണോ? വേണ്ടല്ലോ. കൈ കൊണ്ടൊന്നും നീ അമത്തണ്ട. ഈ 3 സാധനം അടിയിൽ കിടക്കണ്ടല്ലോ. അത് ഓർമ്മയുണ്ടായാ മതി. മനസ്സിലായ? ഞാൻ പറയണത് 3 സാധനം നിന്റെ അടിയിൽ കിടക്കണ്ടെന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടായാ മതി. എന്നാലേ നീ ഇത് പഠിക്കൂ. ഈ ക്ലച്ചിൽ കാല് ചവിട്ടിയില്ലേ, ബ്രേക്കിലും കാല് ചവിട്ടി. അവിടെ പിന്നെ ആക്സിലേറ്ററിൽ എങ്ങനെ? അവിടെ ഇരിക്കട്ടെ.